രഞ്ജിത്തിനെതിരെ പീഡന പരാതിയുമായി യുവാവ് 2021 ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഹോട്ടൽ ജീവനക്കാരനായ യുവാവ് DGPക്ക് പരാതി നൽകി. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്താണ് ഈ യുവാവിന്റെ പരാതിയുടെ ഉള്ളടക്കം? വളരെ വ്യത്യസ്തമായ ഒരു പരാതിയുമായാണ് യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറുകയും ചെയ്തു എന്ന് യുവാവ് അറിയിക്കുന്നു. അദ്ദേഹം ബാവുട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായി രഞ്ജിത്തിനെ കാണുന്നത്. ആ സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ ഇയാളെ വിളിക്കുകയും പിന്നീട് ഹോട്ടലിലേക്ക് ഈ യുവാവ് ചെല്ലുകയുമായിരുന്നു. അവിടെ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകുകയും ആ നമ്പറിലേക്ക് വിളിക്കുകയും സന്ദേശം അയക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ബംഗളൂരുവിലെത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ ഈ കയറിപ്പോകാനുള്ള സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ കയറിപ്പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് റെസ്റ്റോറന്റ് ഭാഗത്തൂടെയുള്ള സ്റ്റെയർകേസ് വഴി അകത്തേക്ക് ചെല്ലാൻ രഞ്ജിത്ത് അറിയിച്ചു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഹോട്ടലിലെത്തിയപ്പോൾ മദ്യം കുടിക്കാൻ നിർബന്ധിക്കുകയുണ്ടായി. താൻ ജീവിതത്തിൽ ഇന്ന് വരെ മദ്യം കഴിച്ചിട്ടില്ല എന്ന് യുവാവ് പറയുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഏറെ വിചിത്രമായ രീതിയിൽ, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം എന്ന രീതിയിലുള്ള ഇടപെടലുകൾ സംവിധായകന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒപ്പം നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും തന്റെ കാമുകിക്ക് ഈ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു എന്ന് രഞ്ജിത്ത് പറയുകയും ചെയ്തു എന്നും വ്യക്തമാക്കുന്നു. പിന്നീട് ഇതിനുശേഷം നാട്ടിലേക്ക് എത്തിയപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യയാണ് ഈ നമ്പറിലേക്ക് വിളിക്കരുത് എന്ന് അറിയിച്ചെന്നും പറയുന്നു. ഈ സംഭവം തന്നിൽ വലിയ മാനസികമായ ആഘാതം ഉണ്ടാക്കി എന്ന് യുവാവ് പറയുന്നുണ്ട്. ഇതിനുശേഷം പലവട്ടം ഇതേക്കുറിച്ച് ആലോചിക്കുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ തുറന്ന് പുറത്തു പറയാൻ ഒരു മടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതിയ സിനിമാ മേഖലയിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെതിരെ പലരും പരാതിയുമായി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് തനിക്കുണ്ടായ ഈ അനുഭവങ്ങൾ തുറന്നു പറയാൻ തനിക്കിപ്പോൾ ഒരു ബലം ലഭിച്ചിരിക്കുന്നു എന്ന് യുവാവ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ യുവാവ് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് യുവാവ് നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അതായത് ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ യുവാവ് എത്തിയിട്ടില്ല, അങ്ങനെയാണല്ലേ? തീർച്ചയായും ചില മാധ്യമങ്ങളിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷേ മാധ്യമങ്ങളെ മൊത്തത്തിൽ കാണുന്നതിനായി യുവാവ് അറിയിക്കുകയും മാധ്യമങ്ങളെല്ലാം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. താനും നിലവിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. കാരണം ടിഷ്യൂ പേപ്പറിൽ എഴുതി നൽകുക, പിന്നീട് ഹോട്ടലിൽ വെച്ച് കാണാതെ ബാംഗ്ലൂരിന് വിളിച്ചു വരുത്തുക, ഒപ്പം വളരെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ് വിളിച്ചു വരുത്തിയത്. അവിടെയാണ് പ്രധാന വഴിയിൽ കൂടി പോകാതെ പിൻവശത്തൂടി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നത്. എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം ഉണ്ടാകും. യുവാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ട് തന്നെ പറയും. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. യുവാവിന്റെ വാക്കുകളിലേക്ക്. wanted to reveal these things. അപ്പോൾ അത് ഈ ഒരു സമയമായപ്പോൾ പറയണമെന്ന് ആഗ്രഹിച്ചു. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? 2012 2012 ഇത് സംഭവിക്കുന്നത്. ഞാൻ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവുട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ഞാൻ അവിടെ സിനിമ ലൊക്കേഷൻ കാണാൻ, അവിടെ സിനിമയിൽ മമ്മൂക്ക, കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോണത്. അപ്പോൾ ഈ പോകുമ്പോൾ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പം ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മമ്മൂക്കനെ കാണണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓഫ് കോഴ്സ് അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്കത് ഹാപ്പി ആണല്ലോ. അപ്പം ഞാൻ കാണണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ സമയത്ത് ഉള്ളിൽ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കയും കാവ്യ മാധവൻ അവരെല്ലാം ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ആ സമയത്ത് രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു, എന്താണ് പിന്നെ ഷൂട്ടിംഗ് കാണാൻ വന്നതാണോ, അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു.
ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ അപ്പം പുള്ളിയുടെ എല്ലാ സിനിമകളും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാനും പിന്നെ പുള്ളീൻ്റെ അടുത്ത് അങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട്, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളീൻ്റെ നമ്പർ എഴുതി തന്നു. അപ്പോൾ നമ്പർ എഴുതി തന്നപ്പം ഞാൻ അപ്പോഴും ആക്ച്വലി ഞാൻ വണ്ടറായിരുന്നു, കാരണം അത്രയും വലിയൊരു ലിജൻഡ് ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ നമ്പർ വാങ്ങിച്ചു, ഞാൻ വീട്ടിലേക്ക് പോയി. സെക്കൻഡ് ഡേ ഞാൻ പുള്ളിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നീ എന്നെ വിളിക്കരുത്, മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു, ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ, എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഓഡിഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും പോകണം, വലിയൊരു ആഗ്രഹമാണ് എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത്. ഞാൻ ഫ്ലൈറ്റിനാണ് പോയത്, അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പം ഓഫ് കോഴ്സ് ഞാൻ 21, ആ സമയത്ത് 21-22 ഏജ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് അവരെന്നെ വിസിറ്റേഴ്സ് അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക്, കാരണം എൻ്റെ പ്രായം, ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പോൾ അലൗഡ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ രഞ്ജിത്ത് സാറെന്നൊന്നും വിളിക്കുന്നില്ല, ബിക്കോസ് ദ വേ ഹൗ ഹീ ട്രീറ്റഡ് മീ, അതൊരിക്കലും ഹീസ് നോട്ട് ഡിസേർവിങ് ദാറ്റ് റെസ്പെക്റ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു, നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട്, കോഫി ബാറിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട്, ഇതൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്, അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്റ്റെയർ കേസ് കയറി 4th ഫ്ലോറിലെത്തി. 4th ഫ്ലോറിൽ പുള്ളിയുടെ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിലുണ്ടായിരുന്നു. പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വോഡ്ക എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു, ഒരുപാട് സന്തോഷമായി കണ്ടതിൽ. അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടറായിരുന്നു, കുറച്ച് നെർവസും ആയിരുന്നു, കാരണം ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ഒരാളെടുത്ത് ഇരിക്കുന്നത്. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വിൽ യു ഹാവ് എ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഒഴിച്ച് തന്നു. അപ്പോൾ കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നു, പക്ഷേ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു. ഓഫ് കോഴ്സ് സിനിമയിലൊരു ചാൻസ് കിട്ടുമല്ലോ, ഇത്രയും വലിയൊരു ഡയറക്ടർ ഇൻവൈറ്റ് ചെയ്തല്ലേ, ഞാൻ കഴിച്ചു. അതിനുശേഷമാണ് പുള്ളിയുടെ അപ്രോച്ചൊക്കെ മാറിയത്. പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു. പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി എന്നെ കുറച്ചും കൂടി ബോഡി, എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു അത്രയും വലിയൊരു, എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു. വളരെ, എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം. അപ്പോൾ ആ രീതിയിലാണ് പുള്ളി എന്നോട് അപ്രോച്ച് ചെയ്തിരുന്നത്. അങ്ങനെ അതാണ് സംഭവിച്ചത്. ആ സമയത്ത് എനിക്ക് നമ്മുടെ ഏജ് നമ്മൾ നോക്കണം. ആ സമയത്ത് ഞാൻ 2-3 പേരോട് പറഞ്ഞു. 2-3 പേരോട് പറഞ്ഞപ്പം അവരാരും വിശ്വസിക്കുന്നില്ല. രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകന് ഇത്ര വലിയ, ഈ സമയത്ത് ഞാൻ കാവ്യമാധവനുമായിട്ട് അവരുടെ ഞാൻ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട്. അതിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ മാമിൻ്റെ ഷൂട്ടിന് വന്ന സമയത്ത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി, പക്ഷേ അവർ അത് സീൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും റീപ്ലേയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ഒന്നുമില്ല. പിന്നെ ഇടവേള ബാബുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു. അയാളും ഇതേപോലെ തന്നെ, അയാളും എന്നോട് പെരുമാറിയത്, അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് 2 അയച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെയല്ല, കുറച്ചും കൂടി ന്യൂഡായിട്ടുള്ള പിക്സാണ് കാണേണ്ടത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളിപ്പോൾ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. അത് അവിടെയുള്ള, പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിലിരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി 2-3 നടന്മാരെ പേര് പറഞ്ഞിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ. പക്ഷെ പിറ്റത്തെ ദിവസം രാവിലെ, അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചത് കൊണ്ട് ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറേ ചേഞ്ചായി. പുള്ളി രാവിലെ പറഞ്ഞു, സാജ് ഐ വോണ്ട് ടു ഗോ വേക്കപ്പ്, എനിക്ക് പോകണം, നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത്. സോ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ
ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം. പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല. ഹി ഓഫറിങ് മീ സം മണി. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസ് ആണ്, ഒരു സിനിമയിൽ ഒരു അവസരമാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ക്യാബിൻ ക്രൂ, ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു. എനിക്ക് അപ്പം അന്ന് 21 ആണ്, ഏജ് 21 ആയിരുന്നു. കണ്ടത് കോഴിക്കോട് വെച്ചാണ്. അതെ, കോഴിക്കോട്. അവിടെ വെച്ചൊന്ന് മീറ്റ് ചെയ്യാതെ എന്താണ് ഈ ബാംഗ്ലൂർ പുള്ളി എന്നോട് പറഞ്ഞത് ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്, ലൈംഗിക ആരോപണങ്ങളുമായാണ് യുവാവ് രംഗത്ത് വന്നിട്ടുള്ളത്. അവസരം നൽകാമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് വിളിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ. ഇടവേള.